പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM-ന്റെ കോഴിക്കോട് ജില്ലാ ഘടകത്തിൽ വിഭാഗീയത അതിൻ്റെ പരകോടിയിലെത്തി നിൽക്കുന്നു എന്നുള്ള വിവരമാണല്ലോ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ കേരളത്തിലെ CPM-ന്റെ ഏറ്റവും സുസജ്ജമായിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നത്. നായനാർ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട്. കേളുവെട്ടിനെ പോലെയുള്ള ബഹുമാനിതരായിട്ടുള്ള ആളുകൾ ആ പാർട്ടി അവിടെ നയിച്ചിട്ടുണ്ട്. കണാരനെ പോലുള്ളവർ ആ പാർട്ടിക്ക് അവിടെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. യുവജന നേതാക്കളായിട്ടുള്ള മത്തായി ചാക്കോ, M ദാസൻ മുതലായിട്ടുള്ള ആളുകൾ അവിടെ നിന്നാണ് ഉത്ഭവിച്ചത്. TP ചന്ദ്രശേഖരനെ പോലുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലത്തെ സുസംഘടിതമായിട്ടുള്ള കോഴിക്കോട് പാർട്ടിയിൽ ഇപ്പോൾ ചീഞ്ഞളിഞ്ഞ വിഭാഗീയതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ രണ്ട് വിഭാഗങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഒന്ന്, എളമരം കരീം എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പക്ഷവും പിണറായി വിജയൻ്റെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അംഗവുമായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പക്ഷവും. അങ്ങനെ രണ്ട് പക്ഷമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എളമരം കരീമിൻ്റെ നേതൃത്വത്തിലുള്ള പക്ഷത്തിൽ CPM-ലെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ മുതിർന്ന ആളുകളും CPM-ന്റെ ജില്ലാ സെക്രട്ടറി P മോഹനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വിവരം. എളമരം കരീം, P മോഹനന് CPM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലുള്ള മുതിർന്ന ആളുകൾ അവരൊക്കെ എളമരം കരീം പക്ഷത്ത്. മറുഭാഗത്ത് ചെറുപ്പക്കാരുടെ ഒരു നിര, മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ വസീഫ്, സച്ചിൻ ദേവ്, നിഖിൽ എന്ന് പറയുന്ന ഒരു പഴയ SFI-കാരൻ, M ഗിരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, രാജീവൻ എന്ന് പറയുന്നിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ളവർ ചേരുന്നതാണ് ചെറുപ്പക്കാരുടെ. അപ്പോൾ മുതിർന്നവർക്കെതിരെ ചെറുപ്പക്കാർ ഈ പ്രത്യയശാസ്ത്ര ദൃഢതയോടുകൂടി നടത്തുന്ന ഒരു ആവേശ പോരാട്ടമാണ് ഇതെന്നൊക്കെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. ദേ ആർ മിസ്റ്റേക്കൺ, തറലി മിസ്റ്റേക്കൺ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടി വരും. സുഹൃത്തുക്കളെ, ഈ രണ്ട് പക്ഷങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് നിക്ഷിപ്ത താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും അഴിമതിയും അഴിമതി പണവുമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വിഭാഗീയതയുടെ അടിസ്ഥാന സ്വഭാവം, അതിൻ്റെ ബേസിക് ക്യാരക്ടർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് പക്ഷത്തെയും നിലനിർത്തുന്നത് ഞാൻ ഈ പറഞ്ഞ ഈ താല്പര്യങ്ങളാണ്, ഈ സ്ഥാപിത താല്പര്യങ്ങളാണ്. നമുക്കറിയാം, പണ്ട് CPM-നകത്ത് 80-കളിൽ E ബാലാനന്ദനും VS അച്യുതാനന്ദനും തമ്മിൽ വിഭാഗീയത ഉണ്ടായിരുന്നു. അതിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അതിൽ പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിൽ വിഭാഗീയത ഉണ്ടായിരുന്നു. അതിൽ VS അച്യുതാനന്ദൻ്റെ ഭാഗത്തെങ്കിലും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഉണ്ടായിരുന്നു, അപ്പുറത്തെ അഴിമതിയായിരുന്നുവെങ്കിൽ. എന്നാൽ ഇപ്പോഴത്തെ CPM-ൽ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ എല്ലായിടത്തും തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ കാണുന്നത് രണ്ടു പക്ഷക്കാർ. ആ രണ്ടു പക്ഷക്കാരും സ്ഥാപിത താല്പര്യക്കാർ. ആ രണ്ടു പക്ഷക്കാരെയും നിലനിർത്തുന്നത് അഴിമതി പണം, സ്വാർത്ഥ താല്പര്യം, നിക്ഷിപ്ത താല്പര്യം. ഇതാണ് ഇപ്പോഴത്തെ ഈ പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലാ പാർട്ടിയിൽ നമ്മൾ കാണുന്ന വിഭാഗീയതയുടെ അടിത്തറ. ഇപ്പോൾ ഒരു വശത്ത് മുഹമ്മദ് റിയാസിനെ പിന്തുണയ്ക്കുന്നവരും സർക്കാരിൻ്റെ പണം അവിഹിതമായി തൻ്റെ കൂടെ നിൽക്കുന്നവരിലേക്കും അവരുടെ കമ്പനികളിലേക്കും എത്തിച്ചുകൊണ്ടാണ് അയാൾ അതിൽ അവിടെ സ്വാധീനം ഉറപ്പിക്കുന്നത്. മറുഭാഗത്ത് എളമരം കരീം, P മോഹനും പക്ഷത്തും ഈ പറഞ്ഞ പോലെ കോഴിക്കോട് കോർപ്പറേഷൻ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ പണം ഉണ്ടാക്കി അങ്ങനെയാണ് അതും നിലനിൽക്കുന്നത്. അപ്പോൾ രണ്ടും നിലനിൽക്കുന്നത് അഴിമതി പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സുഹൃത്ത്, ഈ അന്വേഷണം എന്നെ എത്തിച്ചത്, ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ പരിശോധിച്ചപ്പോൾ എന്നെ എത്തിച്ചത് 3 പേരുകളിലാണ്. ആ 3 പേരുകളും കോഴിക്കോടത്തെ ഏറ്റവും പ്രബലരായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരാണ്. അതിലൊരാളുടെ പേര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥിരമായി ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അത് പ്രശ്നമുണ്ടാക്കിയെന്നും അതിനെ തുടർന്ന് അയാളെ അവിടുന്ന് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ പേര് കുറച്ച് ദിവസമായി പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അയാളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അയാളുടെ പേര് അമർ എന്നാണ്. അമർ, അയാൾ നേരത്തെ പാർട്ടിയിലുണ്ടായത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അത് നാദാപുരം പാറക്കടവ് സ്വദേശിയായിട്ടുള്ള കോഴിക്കോടത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരിൽ ഒരാളാണ് അമർ. അപ്പം അമറാണ് കോഴിക്കോടത്തെ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഭവ കേന്ദ്രം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ അമർ എന്ന് പറഞ്ഞിട്ടുള്ള
ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ് പിന്നെ എളമരം കരീമുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എളമരം കരീമിൻ്റെ ഒരു ഇന്നോവ കാർ മേടിക്കാൻ വേണ്ടിയിട്ട് 7 ലക്ഷം രൂപ നൽകിയതുൾപ്പെടെ ഈ അമറാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ കേൾക്കുന്നത്. എന്നാൽ ഈ അമറിന് എളമരം കരീമുമായിട്ട് മാത്രമല്ല ബന്ധം, അയാൾക്ക് മുഹമ്മദ് റിയാസുമായിട്ടും ബന്ധമുണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അയാൾക്ക് യഥാർത്ഥത്തിൽ അയാളുടെ ബന്ധം CPM-ൽ മാത്രമല്ല നിലനിൽക്കുന്നത്, അയാൾക്ക് UDF-കാരുമായിട്ട് ബന്ധമുണ്ട്, അയാൾക്ക് BJP-ക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. കാരണം ഇവർക്കെല്ലാവർക്കും കൈയച്ച് സഹായിക്കുന്ന ആളാണ് അമർ. അപ്പോൾ അമറാണ് പാർട്ടിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന 3 റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരിൽ ഒരാൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ആളുടെ പേര് CP സുലൈമാൻ, മൂന്നാമത്തെ ആളുടെ പേര് റജികുമാർ. ഈ 3 പേരും അവിടുത്തെ പ്രബലപരായിട്ടുള്ള ബ്രോക്കർമാരാണെന്നും ഈ 3 പേർക്കും ഈ CPM-നകത്തെ എളമരം കരീം പക്ഷവുമായും മുഹമ്മദ് റിയാസ് പക്ഷവുമായും നല്ല ബന്ധമുണ്ട് എന്നും ഈ 2 പേർക്കും ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ ഈ 3 പേരും ചേർന്നാണ് നൽകുന്നത് എന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഫലത്തിൽ ഈ അമറും ഈ CP സുലൈമാനും ഈ റജികുമാറും ചേർന്നുകൊണ്ടാണ് അവിടുത്തെ പാർട്ടിയെ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 3 പേർക്കും CPM-ൽ മാത്രമല്ല കോൺഗ്രസിലും BJP-യിലും നല്ല ബന്ധങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടം എല്ലാം നിയന്ത്രിക്കുന്നത് ഈ 3 പേരും അടങ്ങുന്ന സംഘമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ വലിയ തോതിൽ ഭൂമി കച്ചവടം നടക്കണമെങ്കിൽ ഇവർ 3 പേരും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മാത്രമേ കച്ചവടം നടക്കുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് അവിടെ രവിപിള്ളയ്ക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ രവിപിള്ളയ്ക്ക് മാത്രമായി സ്ഥലം വിൽക്കാൻ പറ്റില്ല. കാരണം സ്ഥലം രവിപിള്ളയ്ക്ക് മാത്രമായി വിൽക്കുന്ന സംഭവം വന്നാൽ ഇവർ 3 പേരും ചേർന്ന് എതിർക്കും അത്രേ. അപ്പോൾ രവിപിള്ളയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം യൂസഫ് അലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ വേറെ ആർക്കും വേണ്ടിയെങ്കിലും ഒക്കെ സ്ഥലം കണ്ടുപിടിച്ച് പോകും. എന്നിട്ട് ഈ 3 പേർക്കും വേണ്ടിയും ഒരുമിച്ചാണ് സ്ഥലം വിൽക്കുക. ഈ 3 പേർക്കും വേണ്ടിയിട്ട് 100-150 കോടി രൂപയ്ക്ക് ഈ സ്ഥലങ്ങൾ വിൽക്കുന്നു. അതിൽ നിന്ന് ഇവർ 3 പേരും പണം വീതിച്ചെടുക്കുന്നു. ആ വീതിച്ചെടുക്കുന്ന പണം ഇവർ CPM-ന് മാത്രമല്ല കോൺഗ്രസിനും BJP-ക്കുമൊക്കെ വീതിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ കോഴിക്കോട് ജില്ലയിലെ ഭൂമി കച്ചവടങ്ങളെ നിയന്ത്രിക്കുന്ന 3 പേരടങ്ങുന്ന ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരുടെ ഒരു കാർട്ടൽ, ആ ഒരു സംഘം, ആ സംഘത്തിൻ്റെ പിടിയിലാണ് കോഴിക്കോടത്തെ CPM എന്നാണ് എനിക്ക് വിവരം കിട്ടുന്നത്. ഈ 3 പേരും ചേർന്നുകൊണ്ടാണ് നേരിട്ടും പരോക്ഷമായും തങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ക്ലൗട്ട് ഉപയോഗിച്ചുകൊണ്ട് കോഴിക്കോടത്തെ പാർട്ടിയെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്.